ശ്രദ്ധേയമായ ഒരു ശൈലി പ്രയോഗം വ്യാപാരം ചെയ്തു എന്നുള്ളതാണ്. കുന്നംകുളത്തുകാരോട് പ്രത്യേകിച്ച് വ്യാപാരം എന്നുള്ള വാക്കിനെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ കേരള ജനതയിൽ ഏറ്റവും കൂടുതൽ വ്യാപാര മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നുള്ള നിലയിൽ വ്യാപാരം എന്ത് എന്ന് പറയുന്ന ഇന്ന് ആ വാക്കിൻ്റെ അർത്ഥമോ അതിൻ്റെ പ്രായോഗിക തലമോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഏറിയ പരിഭാഷകളിലും ട്രേഡിംഗ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. എർഗോട്സോമായി എന്നുള്ള പുതിയ നിയമ മൂലഭാഷയിലെ പദം ഒരല്പം കുറച്ചുകൂടി അർത്ഥസമ്പുഷ്ടമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കേവലം ട്രേഡിംഗ്, കേവലം വ്യാപാരം എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി അക്വയറിങ് സംതിങ് വിത്ത് ഹാർഡ് ലേബർ എന്നുള്ളതാണ് ആ വാക്ക്. അതായത് എന്തെങ്കിലും അതികഠിനമായ പ്രവർത്തനത്തോടുകൂടി ഒരു മടിയും ഉദാസീനതയും ഇല്ലാതെ സമ്പൂർണമായ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നേടിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ഈ മൂലഭാഷയിൽ കാണുന്ന പദം. വ്യാപാരം വ്യാപാരമെന്നോ ട്രേഡിംഗ് എന്നോ ഇതിന് ഇവിടെ പറയുന്നത്. നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പിതാക്കന്മാരെ സ്മരിക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതിയും അവരുടെ ജീവിത വ്യാപാരം, ജീവിതത്തിൽ അവരെന്താണ് വ്യയം ചെയ്തത്, എപ്രകാരമാണ് വ്യയം ചെയ്തത്, എന്ത് വ്യാപാരം എപ്രകാരം നിർവഹിച്ചു എന്നുള്ളത് സഭാജീവിതത്തിൻ്റെയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെയും നിത്യജീവൻ എന്നുള്ള വലിയ ലക്ഷ്യത്തെയും മുൻനിർത്തിക്കൊണ്ട് സഭയുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർ ചെയ്ത വ്യാപാര അനുഷ്ഠാനങ്ങൾ എപ്രകാരമായിരുന്നു എന്നുള്ളത്, എത്രമാത്രം ക്ലേശസമ്പൂർണമായ ജീവിതം നയിച്ച് അവർക്ക് അവരുടെ പ്രാർത്ഥിക്ക് അനുസരിച്ച് ലഭ്യമായ താലന്തിനെ അവർ എപ്രകാരം വിനിയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് അത്ര എളുപ്പമുള്ള ഒരു ജീവിതമായിരുന്നില്ല. ഇന്ന് പരിശുദ്ധ ബാവ തിരുമേനിയുടെ അടുത്ത് അഭിമന്യ യൂലിയോസ് തിരുമേനി അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ആദ്യം യൂലിയോസ് തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് പദയാത്ര വരുന്ന സമയത്ത് അതികഠിനമായ മഴയായിരുന്നു. അപ്പോൾ തിരുമേനി ശ്രദ്ധിച്ച ഒരു കാര്യം, ബാനർ പിടിക്കുന്ന 2 ചെറുപ്പക്കാർ അവർ തലയിൽ തൊപ്പി വെച്ചിട്ടില്ല, കൊട പിടിച്ചിട്ടില്ല, ആ മഴ മുഴുവനും അനുഭവിച്ചു തന്നെയാണ് മുമ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു. അതൊരു യാത്രയാണ്. അത് പലപ്പോഴും നമ്മൾ ഇതിന് വിവിധ വ്യാഖ്യാനങ്ങൾ കൊടുക്കുമായിരിക്കും. പക്ഷേ പ്രകൃതി എപ്പോഴും നമുക്ക് അനുകൂലമാകണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ നമ്മളിന്ന് കൺമുമ്പിൽ കണ്ട ഒരു സാക്ഷ്യമാണ് ഇവിടെയുള്ള ഒരു ജനതയുടെ സമർപ്പണം, അവരുടെ യാത്ര എപ്രകാരമായിരുന്നു എന്നുള്ളത്. അത് ഈ പിതാക്കന്മാരോടുള്ള അവരുടെ ജീവിത വ്യാപാരം എപ്രകാരമായിരുന്നു, അതിനോടുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രതികരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ സ്മരിക്കുന്ന 2 പിതാക്കന്മാരുടെയും ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് ചില കാര്യങ്ങൾ ഇതിനോട് ബന്ധിപ്പിച്ച് ഇവിടെയുള്ള ജനതയുടെ വിശ്വാസ സമർപ്പണത്തോടും ക്ലേശത്തിന്റെ മധ്യത്തിൽ സമർപ്പണത്തോടെ സഭയോടുള്ള സ്നേഹത്തോടെ അവരുടെ പ്രതികരണത്തിൽ എപ്രകാരമാണ് അവർ നിർവഹിക്കുന്നതിന് ഉള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ഏകദേശം 159 ഏകദേശമല്ല 159 വർഷങ്ങൾക്ക്